ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലില്ലൂസ് വ്ളോഗ്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടോ. എൻ്റെ വീട്ടിലെത്തി. ഞാൻ നേരെ വണ്ടി ഇറങ്ങിയിട്ട് നേരെ പോയത്, ഞാൻ വീട്ടിൽ കൂടി കയറാതെ ഞാൻ നേരെ പോയത് ഞാൻ പുളിമരത്തിന് ചോട്ടിക്കാണ്. അവിടെ നിന്ന് കുറച്ചധികം പുളിങ്ങ പെറുക്കിയിട്ട് ഞാനങ്ങനെ ഉണക്കാനിട്ട് കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞിരിക്കാണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞങ്ങൾ കൂളകം വരെ കേട്ടോ. കൂളക്കം ഇവിടെ നിന്നാണ് ഞങ്ങൾ അമ്പലത്തേക്ക് പൊട്ടിച്ച് കൊണ്ടുപോകാറുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നില്ലേ, അതൊക്കെ വീട്ടിൽ വന്നിട്ട് പൊട്ടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അത് ഹസ്ബൻഡിൻ്റെ വീട്ടിലെ അമ്പലമായിരുന്നു, നാട്ടിലെ അമ്പലമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ തുളസിയുടെ ഗാർഡൻ കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെറൈറ്റീസ് കളർ ചേഞ്ചസുകളുണ്ട്. ഒരു പർപ്പിൾ കളറൊക്കെ ഉണ്ട്, പർപ്പിൾ ഷെയ്ഡിലൊക്കെ കളറുള്ള തുളസി ഉണ്ട്. കൃഷ്ണ തുളസിയാണ് തോന്നുന്നു അതിന് പറയാം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ തുളസി. ഇത് വെള്ള കളറാണ് കേട്ടോ എൻ്റെ തണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഭഗവാന് മാല കെട്ടാൻ വേണ്ടിയിട്ട് തുളസി പൊട്ടിക്കാറ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകാറ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ. അങ്ങനെ ഞാൻ ഇന്ന് മാല കെട്ടിയിട്ട് കഴുകിയിട്ട് ഭഗവാന് ചാർത്താനുള്ളതാണ് കേട്ടോ. അങ്ങനെ വിളക്കുളത്തിലൊക്കെ കഴിഞ്ഞ് ഞാൻ ഭഗവാന് മാല കെട്ടി. ഇത് ശരിക്കും മറിയച്ചിൻ്റെ അനിയത്തി അവൾ വാങ്ങിച്ച വിഗ്രഹമാണ് കേട്ടോ. ഇതെനിക്കൊരു ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് തോന്നിയത്, ഭഗവാന്റെ ഫേസ് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ അവിടെ എൻ്റെ കയ്യിലുള്ളത് കുറച്ചിങ്ങനെ ഗൗരവത്തിലിരിക്കുന്ന ഭഗവാന്റെ പോലെ തോന്നും കേട്ടോ. അവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളത് എല്ലാവരും വിചാരിക്കും എനിക്ക് വട്ടാണെന്ന്. ശരിക്കും പറയുക കൃഷ്ണഭക്തർ പൊതുവെ എല്ലാവരും കുറച്ച് വട്ടുള്ള പോലെ എല്ലാവരും എന്താ പറയുക പറയാറുണ്ട്. അങ്ങനെ ആ കൂട്ടത്തിലാണ് കൂട്ടിയാൽ മതി കേട്ടോ. പിന്നെന്താണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മോട് പറഞ്ഞു എനിക്കൊരു ബിരിയാണി വെച്ച് തരുമോയെന്ന് ചോദിച്ചപ്പം പറഞ്ഞു വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു ബിരിയാണി വെച്ചതാണത്. ഞാൻ വെജിറ്റേറിയൻ ആട്ടോ. ഞാനും അമ്മയും വെജിറ്റേറിയനാണ്, ബാക്കിയുള്ളവരൊക്കെ നോൺ വെജ് കഴിക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു 3-4 വർഷമായി തോന്നുന്നു സ്റ്റോപ്പ് ചെയ്തിട്ട്. എനിക്ക് കഴിക്കാൻ തോന്നാറില്ല, ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇതേവരെ ഞാൻ പിന്നെ പാകം തൊട്ട് നോക്കിയിട്ടില്ല. ഇത് ഞങ്ങളെ വീട്ടിലെ ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് അമ്മേൻ്റെ പെട്ടിയാണ് കേട്ടോ. മാരേജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പെട്ടി ഉണ്ടാവില്ലേ, അതാണ് സംഭവം. ഇതിലാണ് എൻ്റെ അമ്മേൻ്റെ കല്യാണ പുടവ ഇരിക്കുന്നത് കേട്ടോ. ഇതാണത്, കല്യാണ സാരിയാണ്. ജാക്കറ്റൊക്കെ ആകെ കീറിയണം കേട്ടോ. എന്നാലും അമ്മ അത് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സംഭവമാണിത്. ഇതാർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കാറില്ല, അമ്മ കാണാതെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ജാക്കറ്റൊക്കെ പകുതി മുക്കാലും കീറിയണം സാരി കേട്ടോ. പക്ഷെ അതേവരെയായിട്ട് തൊടാനും കൂടി അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നെ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ടാറ്റ ബൈ.